ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഹിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വളം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഞാൻ എൻ്റെ ഡെയ്സി ഇതെല്ലാം ഞാനിങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കൂ, നിങ്ങൾ എന്ത് വളമാണ് ഈ ചെടികൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ചേർക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾ വളം കൊടുക്കുന്നത്, അങ്ങനെ പല സംശയങ്ങളും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരുടെ സംശയം തീർക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ലൈവായിട്ട് കാണിക്കലുണ്ട്. ഇന്ന് ഞാൻ എന്ത് വളമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു തരികയാണ് ലൈവായിട്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് എൻ്റെ പൂക്കളുണ്ടായത് ഡെയ്സി. ഈ ഡെയ്സി എനിക്ക് കിട്ടിയത് എൻ്റെ കുടുംബക്കാരെ വീട്ടിൽ പോയപ്പോൾ ചെറിയ പൊട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ് ഞാൻ നട്ടിരുന്നത്, തുടക്കാൻ പറയുന്നത് കേട്ടോ. അതിന് ശേഷം ഞാനിങ്ങനെ മദർ പ്ലാന്റിൽ നിന്ന് പിടിപ്പിച്ച് ഇങ്ങനെ ഉണ്ടായി. ഇപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയ പൂക്കൾ എനിക്ക് തന്ന ആൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. പക്ഷെ അവർ അത്ഭുതപ്പെടും, അമ്മായി നിങ്ങൾ എന്ത് വളം അതിന് ചേർക്കുന്നത് എന്നൊക്കെ എന്നോട് എൻ്റെ ബന്ധക്കാരാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, അവർക്ക് ആർക്കും ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സൂത്രം എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് വലിയ പൈസയൊന്നും കൊടുക്കണ്ട, പൈസ കൊടുക്കന്നെ വേണ്ട. ഞാൻ എൻ്റെ എല്ലാം വളം ഉണ്ടാക്കലും മരുന്നുണ്ടാക്കലും പിടിപ്പിക്കലും തൈ ഉണ്ടാക്കലും ഒന്നും ഒരു ചില്ലിക്കാശ് മുടക്കാതെ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത എൻ്റെ കൃഷിക്കുണ്ട്. കുറേ പേര് എൻ്റെ കൃഷി ഇഷ്ടപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. വേണ്ടാന്ന് വെച്ച് വലിച്ചെറിഞ്ഞിന് കൃഷികൾ തിരിച്ചു വന്നതും എൻ്റെ കൃഷി കണ്ടിട്ടാണ്. കാരണം നല്ല എളുപ്പം, പോട്ടിന് പൈസ കൊടുക്കണ്ട. പോട്ട് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ചാക്കാട്ടോ, അത് ഇങ്ങനെ ഗ്രോ ബാഗാക്കി മാറ്റുന്ന, വളത്തിന് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ട് എൻ്റേത് തിരിച്ചു വന്ന കുറേ പേരുണ്ട്, എല്ലാവർക്കും താങ്ക്സ് കിട്ടും. അങ്ങോട്ട് തിരിച്ചു വന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വളം നമ്മളെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വളം, അടുക്കള വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വളമാണ്. അത് ലിക്വിഡ് ദ്രാവക രൂപത്തിൽ ഉണ്ടാക്കുന്ന വളം ഞാൻ ആഴ്ചയിൽ കൊടുക്കും. അങ്ങനെ ആ വളത്തിലേക്ക് വേറൊരു കൂട്ട് ചേർക്കുന്നുണ്ട്. അതൊന്നും പൈസ കൊടുക്കണ്ട, ഒക്കെ അടുക്കളയിലുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ദ്രാവക രൂപത്തിലാക്കുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ദിവസേന നനക്കൂട്ടോ. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ, രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളായത്, എൻ്റെ മക്കളെ തീറ്റിച്ചിട്ടേ ഞാൻ കഴിക്കൂ. അങ്ങനെ ഒരു പ്രത്യേകത എൻ്റെ ചെടികൾക്കുണ്ട്. ഞാനില്ലെങ്കിൽ ആരെ ഏൽപ്പിച്ചെങ്കിലും പോവും. അങ്ങനെ ഞാൻ നട്ടുണ്ടാക്കി പോറ്റി വളർത്തിയ പൂക്കൾ കണ്ടോ, എന്തോ ജെറേനിയത്തിൻ്റെയൊക്കെ ഇത്ര അധികം ഒന്നും ഒരു ചെടിമേൽ ഉണ്ടാവൂല. പക്ഷേ മൊട്ട് കണ്ടോ, മൊട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഈ മൊട്ടുണ്ടാവാനും എല്ലാത്തിനും ബെസ്റ്റാണ്. കണ്ടോ ഡെയ്സി. പിന്നെ എന്നോട് പറയൂ, എൻ്റെ ഡെയ്സി പൂക്കൾ കാണിച്ചു തന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറയും, മറ്റ് കളറുകളൊന്ന് പിടിപ്പിക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ്. മറ്റ് കളർ നഴ്സറിയിലോട്ട് പോയി നോക്കണം, എൻ്റെ ഇതേ ഉള്ളൂ. ഒന്നിങ്ങ് കിട്ടിയാൽ അതിൻ്റെ പുറകിൽ ഭ്രാന്ത് പോലെ അങ്ങ് പെരുമാറില്ല. അതുമ്പോൾ തന്നെ ഇതിപ്പോൾ എത്രയും പിടിപ്പിച്ച് കണ്ടോ, എന്തോ കണ്ണിന്, നമുക്ക് പൂക്കളെ കണ്ണ് വല്ലാത്തൊരു ഭംഗിയാണല്ലോ. നോക്കി നിന്നൂകല്ലേ, രാവിലെ ഈ പൂക്കളെടുത്തൊക്കെ പോയി പെരുമാറി നമ്മളിങ്ങനെ സംസാരിച്ച് കീടങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് നമുക്കൊരു മാനസിക ഉല്ലാസമാണ്. ചെടികൾ കരുത്തിൽ വളരാൻ നല്ലതാണ്. അതങ്ങനെ ഞാൻ എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ, നമുക്ക് ഒരു ചില്ലിക്കാശ് മുടക്കാത്ത അടുക്കളയിലുള്ള വേസ്റ്റ് ആവശ്യം കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന പഴത്തൊലി, മുട്ടത്തോട്. പഴത്തൊലി ഏതും പറ്റും കേട്ടോ, നേന്ത്രപ്പഴത്തിൻ്റെതും മറ്റു മൈസൂർ പൂവൻ എല്ലാത്തിനും പറ്റും. ഇത് റോബസ്റ്റിൻ്റെ ആണ്, ഏതിൻ്റെതും പറ്റും. അപ്പോൾ ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളം പൊട്ടാസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ചെടികൾക്ക് അങ്ങ് ചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറായിട്ട് പൂക്കളുണ്ട്. നമ്മളിപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങ് വലിച്ചെറിയുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? കൊതുക്, ഈച്ച, എലി, പെരിച്ചായി, പാമ്പ്, ദുർഗന്ധം. ആ ഭാഗത്തേക്ക് പിന്നെ അടുക്കാൻ പറ്റില്ല. ഈ മുട്ടത്തോട് വലിച്ചെറിയുകയാണെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്നാൽ കൊതുക് വരും. കൊതുക് വന്നാൽ പിന്നെ അറിയാലോ, പിന്നത്തെ പ്രയാസം. അത് കിടന്നുറങ്ങാനും കഴിയില്ല, അടുക്കളയിൽ ഒരു പണിയെടുക്കാനും കഴിയില്ല. പിന്നെ അത് കടിച്ച് നമ്മളതിനെ കൊല്ലുന്ന അതിന് നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക്
ഇതെല്ലാം വേണ്ടാതെ വലിച്ചെറിയാതെ നമ്മൾ ഇതൊക്കെ ആവശ്യത്തിന് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വളമൊന്നും വാങ്ങണ്ട. നമ്മളെ വീടും പരിസരവും വൃത്തിയാവുകയും ചെയ്യും, നമുക്ക് നല്ല വളം കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിയിട്ടുണ്ടാകുന്ന പൂക്കളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഇഷ്ടപ്പെടാത്തവരൊരാളും ഇല്ല. എൻ്റെ ഒരു പൂക്കൾ ബോഗൺവില്ലൊക്കെ സൂപ്പറായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നന്നായിട്ട് അരക്കും. അരച്ച് കഴിഞ്ഞിട്ട്, അരച്ചാൽ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ എളുപ്പമാണ്, വേഗം പിടിച്ചെടുക്കുക. പിന്നെ ആ അരപ്പിൽ വേറൊരു കൂട്ട് ചേർക്കുന്നുണ്ട്. ആ കൂട്ട് ഒരു 5 പൈസ മുടക്കില്ലാത്ത, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ മുട്ടത്തോട് ചിലവർ കഴുകി ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കും. ഇത് മുട്ടത്തോടിലൊക്കെ ഇതേപോലെയൊക്കെ നമ്മൾ കൈയോട് ഇങ്ങനെ പൊടിച്ചിട്ടാലൊന്നും അത്രയൊന്നും പെട്ടെന്ന് ഇത് കിട്ടൂല. പൊടിക്കുന്നതാണ് നല്ലത്. കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നേക്കാൾ നല്ലത് മിക്സിയിലിട്ട് പൊടിക്കുക തന്നെ ഇത് നല്ല ആഗിരണം ചെയ്യാൻ. ഇതെല്ലാം അങ്ങ് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പൊട്ടാസ്യമൊക്കെ അങ്ങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പൂക്കാനും കായ്കൾ ഉണ്ടാവാനും പിന്നെ വേരിന് ബലം കിട്ടും, നല്ല വളർച്ച ഉണ്ടായിരിക്കും, മണ്ണിൻ്റെ ഘടന തന്നെ മാറും. പിന്നെ ഇതില്ലേ, ഈ മുട്ടത്തോട് ഇട്ട് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം കുറയും പോലും. ഒച്ചിൻ്റെ മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യം കുറയും, മണ്ണിൻ്റെ അസിഡിറ്റി എല്ലാം കുറക്കും. അങ്ങനെയല്ല പല ഗുണങ്ങളും ഈ മുട്ടത്തോടിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒച്ചി വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ഗുണമെന്നാണ്, പിന്നെ നന്നായിട്ട് ഉഷാറായി നിൽക്കുന്ന ഒരു ചെടി ഒച്ചി വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒച്ചി തിന്നങ്ങ് തീർക്കും. അപ്പോൾ ഒച്ചി വരാതിരിക്കാനുള്ള ഒരു മാർഗം മുട്ടത്തോട് പൊടിച്ചിടുക, അരച്ചിടുക ചേർത്താൽ നല്ലതാണെന്നുള്ളതാണ്. പിന്നെ ഈ പഴത്തൊലിയില്ലേ, പഴത്തൊലി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഇടുന്നവരുണ്ട്. പിന്നെ പഴത്തൊലി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് ഒഴിക്കുന്നവരുണ്ട്. ഞാൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇത് നന്നായിട്ട് അരച്ച് മറ്റേ കൂട്ടും കൂട്ടി ലൂസാക്കിയിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. എൻ്റെ മരുന്ന് ഇതാണ്, എൻ്റെ വളം. ഒരു 5 പൈസ മുടക്കില്ല. നിങ്ങൾക്കൊക്കെ സാധിക്കും. ഇങ്ങനെ ചെയ്തു നോക്കണ്ട, നിങ്ങൾക്കും ഇതുപോലെ പൂക്കും. ഇതുപോലെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്ന എളുപ്പമാർഗം പ്ലാവിൻ്റെ ഇലയിലേക്ക് ഉണ്ടാക്കിയിട്ട് പിടിപ്പിച്ചതാണ് ഇതെല്ലാം. ഞാൻ ആ വളം കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളുമായി ഇത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്ന ആൾക്ക് ഇത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്ന വളം ഇത്. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. അരക്ക് നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. അതാ ഇതെല്ലാം അരച്ചാൽ മിക്സി കേട് വരുന്നില്ല. മിക്സിക്ക് ജാറിന് മൂർച്ച കൂടുകയുള്ളൂ. മുട്ടത്തോടൊക്കെ അരച്ചാൽ ഇതാ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു. കണ്ടോ അരച്ചെടുത്തത്? ഇതിൻ്റെ കളറ് നോക്ക്. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇതാ നന്നായിട്ട് അങ്ങ് അരച്ച്. ഇനി ഒന്നും ഇതിലില്ല, പീസുകളൊന്നുമില്ല. വേഗം വേരുകൾ വലിച്ചെടുത്തോളും. വേരിലാണല്ലോ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഇത് ധാരാളം ഞാൻ പറഞ്ഞല്ലോ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ ഉള്ളത് കൊണ്ട്, മുട്ടത്തോട് ഉള്ളത് കൊണ്ട് ഒച്ചി വരില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ഒച്ചി വരുന്നതാണ് ഭയങ്കര അപകടം. പിന്നെ ഇത് ഞാൻ ലൂസാക്കുന്നത് ഞാൻ പറഞ്ഞൊരു കൂട്ടാണ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്. കഞ്ഞിവെള്ളം ഒരു 4 ദിവസം പഴയതായിക്കോട്ടെ, 4 ദിവസം എന്നാൽ നന്നായിട്ട് പുളിച്ചോളൂ. എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു കഞ്ഞിവെള്ളം എങ്ങനെ പുളിപ്പിക്കുക എന്നുള്ളത്. കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഒരു പാത്രത്തിലൊക്കെ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. അപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആയിട്ടുണ്ടാവും അത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഞാൻ അതേ അളവിലെടുക്കുന്നുണ്ട്. മിക്സിയിലേക്ക് തന്നെ ഇത്ര തന്നെ ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എന്തിനാണ് ചേർക്കുന്നതെന്ന് അറിയോ? ഈ പഴത്തൊലി എന്ന് പറഞ്ഞാലും മുട്ടത്തോട് നോക്കാൻ ഉറുമ്പിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചേർത്താൽ പിന്നെ ഉറുമ്പ് വരില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത്. പിന്നെ നമ്മൾ ചെടികൾക്ക് നല്ലതുമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലതുമാണ്. ഇനി ഇതൊന്ന് നേർപ്പിക്കണം. ഞാൻ 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നേർപ്പിക്കുന്നത്. അതേ അളവിൽ ഒന്നത് ചേർത്തല്ലോ. 2 2 2
3 4 5 അങ്ങ് ചേർത്ത് അടിപൊളിയാക്കിയിട്ട് ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ട്. കഞ്ഞിവെള്ളം കൂടിപ്പോയിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനത് ഒരളവ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ള ഒരേപോലെ ഞാൻ അങ്ങനെ ചെയ്യലിതാ. ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ കളറ്, ഇതിൻ്റെ കളറായത് നല്ല എല്ലായിടത്തും അങ്ങ് ആയിക്കഴിഞ്ഞു. അപ്പം ഇതിൽ മുട്ടത്തോടും പഴത്തൊലിയും കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചേർത്തതാണ് ഈ മിശ്രിതം. ഇതങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എപ്പോൾ ഏറ്റവും നല്ല ഒഴിക്കുന്ന സമയം വൈകുന്നേരമാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ രാവിലെ. വെയിലത്ത് ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല. ഇപ്പം വെയിലിൻ്റെ ടൈമാണ്, വെയിലില്ലാത്ത സ്ഥലത്തുള്ളത് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആക്രാന്തം പിടിച്ചിട്ട് നല്ലോണം അങ്ങ് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് കുറേ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പോട്ടിലൊക്കെ നിലത്തുള്ള ചെടികൾക്കാണെങ്കിൽ അവിടെ അമർന്നവിടെ നിൽക്കുമെന്ന് വിചാരിക്കുക. പോട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇതെന്താണെന്നറിയോ, അപ്പാട് ഒലിച്ചങ്ങ് പോകും. നമ്മൾ വെറുതെ അധ്വാനിച്ച് വെറുതെ ഒക്കെ പുറത്തേക്ക് ഒലിച്ചങ്ങ് പോയിട്ടുണ്ടാവും. അപ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കാവും. അങ്ങ് എല്ലാത്തിനും പോട്ടിലുള്ളതിനൊക്കെ കുറച്ച് എന്നിട്ട് ഞാനിതിലേക്ക് ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസ് ചെയ്യാൻ എൻ്റെ ബോഗൺവില്ലിനെ പറഞ്ഞിട്ട് അതൊക്കെ നിലത്താം. ബോഗൺവില്ലക്കൊക്കെ നല്ല സൂപ്പർ തന്നെ, നന്നായിട്ട് പൂക്കുക. എൻ്റെ ബോഗൺവില്ല പൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് അങ്ങ് ഒഴിച്ചു കൊടുക്കല. അപ്പോൾ 2-3 ദിവസമൊക്കെ അത് വെക്കും, കുറച്ചൊക്കെ വെക്കും, പിന്നെ വെക്കുന്നില്ല, വേഗം അങ്ങ് തീർക്കലാണ് ബോഗൺവില്ലക്ക് ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഒഴിക്കുന്നതിന് മുമ്പേ എന്താക്കുന്നറിയോ, ഇതൊക്കെ ഒന്ന് ഇളക്കിയിടും. മണ്ണൊന്നും ഇങ്ങനെ അങ്ങ് ഇളക്കും. എനിക്ക് ആയുധങ്ങളൊന്നും കുറവൊന്നുമില്ല, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ, അല്ലെങ്കിൽ ഈ കളങ്ങ് തീർത്ത് കളിയത് നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഈ പാവങ്ങൾ കിട്ടൂല. കളകൾ ഭയങ്കര ശക്തിമാന്മാരാ, വേഗം പിടിച്ചെടുത്തളിയും. നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നിങ്ങോട്ട് ഞാൻ ചെയ്യുന്ന മാർഗാട്ടാ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാളും സൂപ്പറൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെതാ ഞാൻ പറഞ്ഞത്, പാവം വീട്ടമ്മ ചെയ്യുന്ന വീട് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ആ സമയത്ത് നമ്മൾക്ക് എല്ലാം നോക്കാം. എന്തെങ്കിലുമൊക്കെ കരിഞ്ഞ പൂക്കൾ ഉണ്ടെങ്കിൽ, പൂക്കൾക്കൊക്കെ ഒരു സമയം ഉണ്ടല്ലോ, ഒരു സമയത്തേത് പൂക്കും. അല്ല, പൂത്തിട്ട് ഇത് നിലനിർത്താൻ ചിലപ്പോൾ 1 മാസമോ 2-3 ആഴ്ചയൊക്കെ നിൽക്കും. അപ്പം കരിഞ്ഞതുണ്ടെങ്കിൽ, ഉണങ്ങിയതാണ് ഞാൻ കരിഞ്ഞത് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയുക. ഒന്നും ഇതിലേക്ക് വേണ്ട, ഒന്നും വേണ്ട. ഇത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഇതിൻ്റെ തണ്ടാണ് നടല്, അതുകൊണ്ട് ഇതിൽ വിത്തുണ്ടോ എന്നുള്ളത് അത് അത്ര അറിവില്ല എനിക്ക്. ആ വിഷയത്തിൽ അറിവുള്ളവരൊന്ന് പറയണം അതിൻ്റെ വിത്ത് മുളക്കുമോ എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവൂലേ, ഉണങ്ങിയ ഇല ഒന്നും ചെടിമേൽ വെക്കണ്ട, അതൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയാം. നന്നായിട്ട് നോക്കുക. നമ്മൾ ഇതിൽ ഒരു പച്ചത്തുള്ളം വരാനുണ്ട്. പച്ചത്തുള്ളനൊക്കെ തിന്ന് തീർക്കുന്ന സംഭവങ്ങളാണ് ആൾക്കാരാണ്. അപ്പോൾ ഈ പച്ചത്തുള്ളനുണ്ടോ, ഉണങ്ങിയ തുള്ളനുണ്ട്, പച്ചൻ്റെ അതേപോലെ അതുണ്ടോ, ഒച്ചുണ്ടോ, പുഴുണ്ടോ, നമ്മൾ നല്ല പരിശോധന നടത്തണം. ഉണ്ടെങ്കിൽ അതൊക്കെ കഴിയുന്നത് എടുത്ത് കളയുക. പിന്നെ മരുന്നടിക്കുന്ന ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചുമ്പോൾ തന്നെ കുറേയൊക്കെ ശമനം കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വളം ചേർക്കുന്നത്. വളം ചേർക്കുമ്പോൾ വളരെ കുറച്ചേ ചേർക്കുള്ളൂ എൻ്റെ ചുറ്റും. കാരണം ഒലിച്ചു പോയി, ഞാൻ പറഞ്ഞില്ലേ, ഒലിച്ചു പോയതിനോട് ഒരു കാര്യമില്ല എന്നുള്ളത്, അത്രക്കും ശ്രദ്ധിക്കും ഞാൻ. പിന്നെ മണ്ണ് കുറവുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുക്കും. പിന്നെ ഇനി ഒരു പൊതടുന്നൊക്കെ നല്ലതാണ്. വേനൽക്കാലമാകുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഒഴിക്കുന്നതൊക്കെ വേഗം അങ്ങ് ഉണങ്ങിപ്പോവും. ചുറ്റുഭാഗം വെയിൽ തട്ടിച്ച്, അപ്പോൾ ഇതിനൊക്കെ ക്ഷീണം വരും. അപ്പോൾ നമുക്ക് പൊതട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കും നനവ്. അപ്പോൾ അതും ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. നിങ്ങൾക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നതെന്ന് ചോദിക്കാത്തവരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ ജെറേനിയം കാണിച്ചു തരാം, അതും കാണിച്ചു തരാം. ജെറേനിയത്തിന് ഞാൻ ചെയ്യുന്നത്. ബോഗൺവില്ല പിന്നെ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, അത് നിലത്താണ് നട്ടത്, നല്ലോണം പൂത്തിട്ടുണ്ട്.
ഇതൊന്നും എനിക്ക് നിലത്ത് നട്ട് നോക്കണം എന്നുണ്ടെങ്കിലുണ്ട്. എങ്ങനെ ഉണ്ടാവും ഇത് പൂക്കൾ എന്നുള്ളത് ഞാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നടാൻ എൻ്റെ അടുത്ത് തൈ ഞാൻ പിടിപ്പിച്ചതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കണം. ജെറേനിയം ഞാൻ എല്ലാ പൂക്കളും അടുത്തേക്കും പോയി നിങ്ങളെ കാണിക്കുന്നില്ല, ഓരോന്ന് കാണിക്കുന്ന കണ്ടോ. ഇതേ പൂക്കളുണ്ടായത്, ഇതൊക്കെ മുട്ട. ഇതാ ഇതെല്ലാം മുട്ട. ഇതൊന്നും എത്ര വിരിയാനുണ്ട്. ഇതാ ഇതേപോലെ അങ്ങ് വിരിയും. മുട്ട എണ്ണിയാൽ തന്നെ തീരാത്ത 1 2 3 4 5. ഇതാ ആ 5ഉം ഇതും വിരിഞ്ഞുള്ളൊരു ഭംഗി എത്ര ഉണ്ടാവും അറിയാം. ഇത് പിന്നെ എൻ്റെ മദർ പ്ലാന്റാ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തിരിയും. പൊട്ടിച്ച് 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 ഇതിങ്ങനെ കൂടി വള്ളിക്കെട്ടായിട്ടുണ്ട്. ഇത് എപ്പോഴാണിത് പിന്നെ നമ്മൾ കാണിച്ചു തരാം. എപ്പോഴാണിത് നടലെന്നറിയോ? എന്താ ഇതിപ്പോൾ ഉണങ്ങി ഇതെല്ലാം കഴിഞ്ഞ്. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കുക. കത്തി വേണം. ഇതാണ് പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗം. ഇങ്ങനെ പുതിയ തൈ ഞാനൊരു പ്ലാവിൻ്റെ ഇലയിലാണ് ഞാൻ ചെയ്യൽ. ഞാൻ വളം കൊടുക്കുമ്പോൾ അങ്ങനത്തൊന്ന് പറഞ്ഞു തരുന്നതാണ് വിശദീകരിച്ച്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. പ്ലാവിൻ്റെ ഇലയിൽ നട്ട് പിടിപ്പിച്ചിട്ട് ഉഷാറായി ഉണ്ടായി. കണ്ടോ ഈ ബോഗൺവില്ല കണ്ടില്ലേ പൂവിട്ടത്. ഇതവിടെ വേറൊന്ന്. വളത്തിൻ്റെ ഒരു പവറേ. ഈ വളം കൊടുത്തിട്ട് എൻ്റെ ചൈനീസ് കാബേജിൻ്റെ വളർച്ച കണ്ടോ, എന്താ അടിപൊളി. ഇത് ചൈനീസ് തക്കാളി കണ്ടില്ലേ, പഴുത്തു. ചെറുത് പഴുക്കാൻ തുടങ്ങി. ആ വളത്തിൻ്റെ പവറായത്. ഇതാ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇതിനോട് കാണൂല. എല്ലാം തക്കാളിയാണ്. ഈ വളം ചേർത്ത് ഞാൻ എൻ്റെ നിത്യവഴുതിനൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുള്ളേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായ ഗുണം കണ്ടോ. നനച്ചും കൊടുക്കണോ, പുല്ല് പറിക്കണം. പുല്ല് കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട്. ഇതങ്ങോളം ഉണ്ടായിട്ടുണ്ട്. ഇതവിടം വരെ നിത്യവഴുതനയാണ്. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.